ത്യാഗസ്മരണയിൽ സംസ്ഥാനത്ത് ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷമാണ്. ഈദ്ഗാഹുകളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തെ കാഴ്ചയിലേക്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اللهم أنت السلام. ربنا آتنا في الدنيا حسنة وفي الآخرة وعلى سيدنا محمد وعلى آله وصحبه الله أكبر الله أكبر لا إله إلا الله. ത്യാഗസ്മരണയിൽ നമ്മൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളുടെ കാഴ്ചകളും ആണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ നിന്ന് MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, പാളയം ജുമാ മസ്ജിദിന് സമീപം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ ഈദ്ഗാഹിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ചടങ്ങുകളുടെ മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് മിഥുൻ? ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകർന്ന ഇസ്ലാം മതവിശ്വാസികൾ ഇപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പാളയം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഈ ഒരു നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന പാളയം ഇമാം EP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം കുത്തുകയും ഒപ്പം തന്നെ അദ്ദേഹം വലിയ പെരുന്നാൾ സന്ദേശവും വിശ്വാസികൾക്കായി കൈമാറുകയും ചെയ്യും. നമുക്കറിയാം, ഈ ഹജ്ജ് തീർത്ഥാടന ഭാഗമായുള്ള വലിയ ഒരു ആഘോഷം കൂടിയാണ് ഈ ഒരു ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ ബക്രീദായി ആഘോഷിക്കുന്ന ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആഘോഷം രീതികളെ കുറിച്ചും സസ്യതകളെ കുറിച്ചും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഏകദേശം 1000-ലധികം വിശ്വാസികളാണ് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അല്പസമയത്ത് മുമ്പാണ് 7 കൂടാണ് ഇവിടുത്തെ നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. മതവിശ്വാസികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച ത്യാഗത്തിന്റെയും സ്മരണയും പുതുക്കി അവർ ഈ ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കാൻ അല്പസമയത്തിനകം തന്നെ പാളയം ഇമാം EP സുഹൈബ് മൗലവി വിശ്വാസികൾക്കായി ഈ ഒരു വലിയ പെരുന്നാൾ സന്ദേശം നൽകും. ആ സന്ദേശം ഏത് തരത്തിലാകുമെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ തവണയും പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഈ ഒരു സന്ദേശത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു സന്ദേശമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ടായാലും വിശ്വാസികളെല്ലാം തന്നെ ഒത്തുചേർന്ന് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. നാടും നഗരവും ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിന്റെ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വിശ്വാസികൾ ഇവിടേക്ക് കടന്നു പോവുകയായിരുന്നു. തൊട്ടടുത്തുള്ള പാളയം ജുമാ മസ്ജിദിൽ ആയിരുന്നു നേരത്തെ മുൻകാലങ്ങളിൽ സ്ത്രീകൾക്കായി അവർക്ക് പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് അവിടെ തന്നെ ആ സ്റ്റേഡിയത്തിനകത്ത് തന്നെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയി അതിന് നമസ്കാരം ചെയ്യാനുള്ള അവസരം കൂടി ഒരുക്കിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു സന്ദേശം EP സുഹൈബ് മൗലവി പാളയം നൽകുക. അറിയാം.
ശരി, എം ജി മിഥുനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക്